സുഹൃത്തെ, ഞാൻ ജസിൽ മാസ്റ്റർ ജിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എത്തിയിരിക്കുന്നത് വായുസേന, അതായത് നമ്മുടെ എയർഫോഴ്സിൽ അഗ്നിവീർ അവസരങ്ങൾ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അപ്ലിക്കേഷൻ ഫീസ്, അങ്ങനെ എല്ലാവിധ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് മാസ്റ്റർ ജി കാണുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ ലൈക്കും കമൻറ്റും സപ്പോർട്ടൊക്കെ ഉണ്ടാവണം. എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വായുസേന ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ഇപ്പോൾ അഗ്നിവീർ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ മാസം, അതായത് ജനുവരി 17 മുതൽ അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട്. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റാണ് agnipadvayu.cdac.in എന്നുള്ള വെബ്സൈറ്റ് വഴി അവിവാഹിതരായിട്ടുള്ള പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. ഓക്കെ, വായുസേനയിൽ അഗ്നിവീർ ഇൻടേക്ക് 1/2025 എന്നുള്ള ഇൻടേക്കിലേക്കാണ് ഇപ്പോൾ സെലക്ഷൻ നടക്കുന്നത്. ഇതിൻ്റെ സെലക്ഷൻ ടെസ്റ്റ് നടക്കുക മാർച്ച് 17 മുതൽ ആരംഭിക്കും. ഇതിലേക്ക് അവിവാഹിതരായിട്ടുള്ള പുരുഷന്മാർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞു ജനുവരി 17 മുതൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് എല്ലാവിധ ഡീറ്റെയിൽസും കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത നോക്കാം. മാത്തമാറ്റിക്സ്, ഫിസിക്സ്, ഇംഗ്ലീഷ് വിഷയങ്ങളോടെ +2 അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ പാസ്സായിരിക്കണം. ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഈ ബോർഡ് പരീക്ഷ നിങ്ങൾ 50% മാർക്കോട് കൂടി വിജയിച്ചിരിക്കണം. 50% മിനിമം കട്ട് ഓഫ് മാർക്ക്. ഇംഗ്ലീഷിന് 50% മാർക്കും ഉണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി, IT ബ്രാഞ്ചിൽ 50% മാർക്കോട് കൂടി ഡിപ്ലോമ കോഴ്സ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞവർ ആയാലും മതി. അതെന്ന് വെച്ചാൽ 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് ഡിപ്ലോമയ്ക്ക് ജോയിൻ ചെയ്യാം. +2 ഇല്ലെങ്കിലും നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഡിപ്ലോമയ്ക്ക് ജോയിൻ ചെയ്തവരുണ്ടാവും. അവർക്ക് ഈ പറയുന്ന മുകളിൽ പറഞ്ഞിട്ടുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഡിപ്ലോമയിലും ഇതിൽ പറയുന്നുണ്ട് 50% മാർക്കോട് കൂടി പാസ്സായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അത് മസ്റ്റാണ്. ഡിപ്ലോമ കാലാവധിയിലും 50% ഇംഗ്ലീഷിൽ മാർക്ക് ഉണ്ടാവണം, അത് നിർബന്ധമാണ്. ഓക്കെ, പിന്നീട് മറ്റു ശാസ്ത്രേതര വിഷയങ്ങൾ, അതായത് ഇംഗ്ലീഷിൻ്റെ മാർക്ക് ഇവിടെ വളരെ പ്രധാനമാണ്. പിന്നീടെന്ന് വെച്ചാൽ ഇതിലേക്ക് സെലക്ഷൻ എന്ന് വെച്ചാൽ ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ളവരായിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. പുരുഷന്മാർക്ക് 152 സെൻറ്റിമീറ്റർ കുറയാത്ത ഉയരം വേണം. സ്ത്രീകളാണെങ്കിൽ 152 സെൻറ്റിമീറ്റർ കുറയാതെയും ഉയരം ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നീടെന്ന് വെച്ചാൽ ലക്ഷദ്വീപ് നിവാസികളാണെങ്കിൽ 150 സെൻറ്റിമീറ്റർ ഉയരം മതിയാകും. പിന്നെ പുരുഷന്മാർക്ക് വേണ്ട നെഞ്ചളവ്, ചെസ്റ്റിൻ്റെ അളവ് വേണ്ടത് 77 സെൻറ്റിമീറ്റർ കുറയാതെ വേണം. അത് വികസിപ്പിക്കാൻ പറ്റണം. 5 സെൻറ്റിമീറ്റർ 77 സെൻറ്റിമീറ്റർ ചെസ്റ്റുള്ള ഒരാൾ അത് 75 സെൻറ്റിമീറ്റർ വികസിപ്പിക്കാൻ അവർക്ക് പറ്റണം. യാതൊരു വൈകല്യങ്ങളും പാടില്ല എന്ന് പറയുന്നുണ്ട്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള പ്രായപരിധി 21 വയസ്സാണ്. 21 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് നിങ്ങൾ 2004 ജനുവരി 2-നും 2007 ജൂലൈ 2-നും മധ്യേ ജനിച്ചവരായിരിക്കണം. ഈ 2 ഡേറ്റിൽ പറഞ്ഞവരാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജനിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, സെലക്ഷൻ നടപടികൾ വിജ്ഞാപനത്തിലുണ്ട്. പിന്നെ തിരഞ്ഞെടുക്കുന്നവർക്ക് 4 വർഷക്കാലം സേവനമനുഷ്ഠിക്കാം. നിങ്ങൾ സ്ഥിരമായിട്ടുള്ളതല്ല. അഗ്നിവീർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സാധാരണ 4 വർഷത്തേക്ക് ഉള്ള ഒരു പോസ്റ്റാണ് അഗ്നിവീർ എന്ന് വെച്ചാൽ. യുവാക്കളെ ആർമിയിലേക്ക് സെലക്ട് ചെയ്യുക, 4 വർഷം ജോലി ചെയ്യുക, ശേഷം പിരിച്ചുവിടുന്ന സ്ഥിതിയാണ്. അല്ലെങ്കിൽ ഇതിൽ അവിടെയുള്ള പെർഫോമൻസും കാര്യങ്ങൾക്കൊക്കെ ശേഷം പിന്നീട് ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ട് വീണ്ടും ആർമി തന്നെ അല്ലെങ്കിൽ നേവി തന്നെ എയർഫോഴ്സിൽ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റിയ സ്ഥിതിയാണ് അഗ്നിവീറുള്ളത്. ഓക്കെ, ഇതിലെന്ന് വെച്ചാൽ 4 വർഷത്തേക്കായിരിക്കും നിങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടാവുക. 1ാം വർഷം നിങ്ങൾക്ക് പ്രതിമാസം 30,000 രൂപയാണ് സാലറി ലഭിക്കുക. 2ാം വർഷം ആകുമ്പോഴേക്കും 33,000 രൂപ പെർ മന്ത് സാലറി ലഭിക്കും. 3ാം വർഷം ആകുമ്പോഴേക്കും 36,500 രൂപയായിരിക്കും സാലറി ആയിട്ട് ലഭിക്കുക. 4ാമത്തെ വർഷം, അവസാന വർഷം 40,000 രൂപയായിരിക്കും പെർ മന്ത് സാലറി ആയിട്ട് ലഭിക്കുക. ഓക്കെ, ഈ ലഭിക്കുന്ന സാലറിയിൽ നിന്നും 30% കോർപ്പസ് ഫണ്ടിലേക്ക് പിടിച്ചിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിരിഞ്ഞു പോകുന്ന നല്ല സമയത്ത് ഒരു പൈസ കിട്ടും. അതായത് നിങ്ങൾക്ക് പിരിഞ്ഞു പോകുന്ന സമയത്ത് ഒരു 10 ലക്ഷം രൂപ, 10.4 ലക്ഷം രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആ ഫണ്ടിലേക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സാലറിയുടെ ഒരു 30% പിടിക്കുന്നതായിരിക്കും. ബാക്കി എമൗണ്ട് ഗവൺമെൻറ് ആയിരിക്കും ഇടുക. അങ്ങനെ പിടിക്കുകയും ചെയ്യും. അങ്ങനെ പിടിക്കുകയും അതിൻ്റെ ശേഷമായിരിക്കും സാലറി ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഓക്കെ, പിന്നീടെന്ന് വെച്ചാൽ ഇതിൻ്റെ സേവന കാലാവധിയിൽ നിങ്ങൾക്ക് 48 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്
പരിധിയും ഉണ്ടായിരിക്കും, ഇൻഷുറൻസ് കവറേജും ഉണ്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ സേഫ് ജോബാണ്. പിന്നെ ഇതിന് 4 വർഷത്തെ സേവന കാലാവധി മാത്രമേ ഉണ്ടാവുള്ളൂ. 4 വർഷത്തെ സേവന കാലാവധിക്ക് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ വ്യോമസേനയിൽ റെഗുലർ എയർമാൻ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് അവസരം ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞ് +2 ഒക്കെ കഴിഞ്ഞിറങ്ങിയ യുവതി യുവാക്കൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. അവസരങ്ങൾ നഷ്ടപ്പെടുത്തേണ്ട. നമുക്ക് എത്രത്തോളം കാര്യങ്ങളാണ് ഈ വീഡിയോ നോക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷന് ആരംഭിച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷന് ജനുവരി 17-ാം തീയതി മുതൽ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഫെബ്രുവരി 6-ാം തീയതി വരെ, ഫെബ്രുവരി 6-ാം തീയതി വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും +2 കഴിഞ്ഞ യുവാക്കൾ ഒരിക്കലും അടിച്ച് നിൽക്കേണ്ട, ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്തോളൂ. നിങ്ങളെ സ്വപ്ന ജോലി നേടിയെടുത്തോളൂ. എന്തായാലും ഇത്രത്തോളം കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോ നോക്കാനുള്ളത്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരേക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ ഓൺ നെക്സ്റ്റ് വീഡിയോ.